ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാഷ്ട്രീയ കില്ലാടിയായ ജഗനും കോടീശ്വര പ്രഭുവായ വിക്രമും കൂടെ ഉണ്ടായിരുന്നല്ലോ. തടിമുടിക്കുള്ള പ്രകാശും മനോജും ഉണ്ടായിരുന്നു. അവർക്കാർക്കും അവളെ രക്ഷിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതോയിട്ട എന്താ ഇത്? വിക്രമിനെ ഒന്ന് വിളിക്കേണ്ട മര്യാദ നമുക്കുണ്ടല്ലോ. ഒന്ന് വിളിക്കേ. ഹലോ അച്ഛാ. മോനിപ്പോ എവിടാ? റിസോർട്ടിലാണോ അതോ വീട്ടിൽ വന്നോ? വീട്ടിലുണ്ട്. ആരുമില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക്. ജഗനും വന്ദനയും റിസോർട്ടിലോട്ട് പോയിട്ടുണ്ട്. മോൻ അവരുടെ വിളി വല്ലതും വന്നോ? ഇല്ല. എന്തിനാ അവര് റിസോർട്ടിൽ പോയത്? അവിടെ ആരാ ഉള്ളത്? ആരുമില്ല. എന്നാലും വർഷമൊക്കൊന്നും പറ്റിയിട്ടില്ലെന്നൊരു തോന്നല് മോനുള്ളതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനി അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല. അവള് പോയി. ഞങ്ങളുടെ കുഞ്ഞു പോയി ലോകത്തേക്ക് തന്നെ അവളും പോയി. മോനെ, ഈ സാഹചര്യത്തിൽ നീ അവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ ശരിയാവില്ല. മോൻ ഇങ്ങോട്ട് വന്നേ, ഇവിടെ കഴിയാം. ഇല്ല അച്ഛാ, ഞാനിവിടെ ഒറ്റയ്ക്കല്ല. എന്റെ വർഷമുണ്ട് കൂടെ. അവളുടെ ചിരിയും കളിയും ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം എന്നോടൊപ്പം ഉണ്ട്. ഈ വീട് വിട്ട് ഞാൻ എങ്ങും പോവില്ല. എന്താ മധുവേട്ട വിക്രം പറഞ്ഞത്? ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല. വർഷമോൾ ഇപ്പോഴും അവിടെ ഉണ്ടെന്നാ വിക്രമിന്റെ വിശ്വാസം. അവിടെ വിട്ട് എങ്ങും പോകുന്നില്ല എന്ന്. പാവം കൊച്ചുകുട്ടികളെ പോലെ കരയുക. വർഷയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയ മോനെ? പോലീസ് അന്വേഷണം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. വെറൊരു അന്വേഷണമല്ല, നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കുന്നത്. വലിയൊരു പോലീസ് സംഘം തന്നെ രംഗത്തുണ്ട്. അവള് ജീവനോടെ ഉണ്ടെന്നാ പോലീസിന്റെ വിശ്വാസം. അവൻ മുത്തശ്ശിയെ അറിയിക്കാൻ പോയതാ. പാവം. 1-2 ദിവസത്തിനകം വർഷയെ തിരിച്ചു കിട്ടുന്ന എസ്ഐയും പോലീസുകാരും പറയുന്നത്. ഈശ്വര, അങ്ങനെയാണ് ദൈവനിശ്ചയമെന്ന് നമുക്ക് വിശ്വസിക്കാം. ജഗ, എന്തേ ആലോചിച്ചു കൂട്ടുന്നേ? അവരെ ആശ്വസിപ്പിക്കാൻ
എന്തെങ്കിലും ഒന്ന് പറയാൻ പാടില്ലായിരുന്നോ? അത് പിന്നെ എൻ്റെ മനസ്സിൻ്റെ ആശ്വാസം തേടി നടക്കുക ഞാൻ. എനിക്ക് വന്ദനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. റിസോർട്ടിൽ പോയിട്ട് വന്നിട്ട് പറയാമെന്ന് വന്ദനയും പറഞ്ഞു. ഓർക്കുന്നില്ലേ? ആ, ഓർക്കുന്നു. അല്ല, അത് പറയാൻ ഇത്രയും തയ്യാറെടുപ്പുകളൊക്കെ വേണോ? വേണം. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എന്തു പറ്റി ജഗ? അത് ഞാൻ ജഗ, ഇത് ആര്? വസന്തേച്ചിയോ? എപ്പോ വന്നു? ഓ, ഒന്നും അറിയാത്തൊരു മാന്യൻ. ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ രണ്ടും കൂടി ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് നിന്ന് പൊട്ടം കളിക്കുന്നു. ഹും. ചേച്ചി എന്തായി പറയുന്നേ? ചേച്ചി വന്നിട്ടുണ്ടെന്ന് ഇപ്പൊ ചേച്ചി കണ്ടപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. മതി മതി നിന്റെ നാടകം കളിയൊക്കെ. ഹ, പോയിട്ട് എന്തായി? അനിയത്തിയുടെ ഒരു മുടിനാരിഴയെങ്കിലും കിട്ടിയോ? കിട്ടില്ലടി, അത്രയ്ക്കുണ്ടല്ലോ ദൈവകോപം. വന്നിക്കട്ട, പക്ഷെ എന്നെ നിന്നിച്ചാലുണ്ടല്ലോ അപ്പ കിട്ടും മുഖം അടച്ചുള്ള പെരിക്ക്. ഇപ്പൊ എല്ലാവർക്കും കിട്ടിയില്ലേടി? എങ്ങോട്ടാ ഈ ചാടത്തുള്ളി പോന്നേ? എനിക്ക് പറയാനുള്ളതെല്ലാം കേട്ടിട്ട് പോയാ മതി. വർഷയുടെ ഗർഭം കലങ്ങിയപ്പോ ആദ്യം വിളിച്ചു പറയേണ്ടത് മൂത്ത ചേച്ചിയായ എന്നോടല്ലായിരുന്നോ? എന്നിട്ട് അറിയിച്ചോ? വേണ്ട, അത് പോട്ടെ. കുടുംബാംഗങ്ങൾ എല്ലാരും കൂടി വിനോദയാത്രയ്ക്ക് പോയപ്പോ മുന്നിൽ നിർത്തേണ്ടത് മൂത്ത ചേച്ചിയെ എന്നെ അല്ലായിരുന്നോ? അതും ചെയ്തില്ല. രാഷ്ട്രീയ കില്ലാടിയായ ജഗനും കോടീശ്വര പ്രഭുവായ വിക്രമും കൂടെ ഉണ്ടായിരുന്നല്ലോ. തടിമുടിക്കുള്ള പ്രകാശം മനോജും ഉണ്ടായിരുന്നു. അവർക്കാർക്കും അവളെ രക്ഷിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ആ സ്ഥാനത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ വർഷയ്ക്ക് ഇത് സംഭവിക്കില്ലായിരുന്നീ. ചേച്ചി എന്ത് ചെയ്യായിരുന്നു? തള്ളക്കോഴി കുഞ്ഞിക്കോഴിയെ കൊണ്ട് നടക്കുന്ന പോലെ ഞാൻ എന്റെ അനിയത്തിയെ കൊണ്ട് നടന്നേനെ. അതാ വസന്തയുടെ ഉത്തരവാദിത്വം. അത് ചെയ്യാതെ എല്ലാവരും കൂടെ മതി മറന്ന് തുള്ളിച്ചാടിയിട്ടാ എന്റെ അനിയത്തിയെ കാലം കൊണ്ടുപോയത്. മാനത്തെ കൊട്ടാരം